2024 അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. പുതിയ വർഷം വരാൻ പോകുന്ന സാഹചര്യത്തിൽ 2024 വിപണി എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് പരിശോധിക്കുകയാണ് വാഹനരംഗം. SUVകളുടെ വർഷമായിരുന്നു 2024 എന്ന് ഒരു സംശയം കൂടാതെ പറയാനാകും. കിടിലൻ വാഹനങ്ങൾ വന്നെങ്കിലും ഇതിൽ തന്നെ ചെറിയ SUVകളാണ് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയത്. ഹാച്ച്ബാക്കിന്റെ വിലയിൽ കിട്ടുന്ന ടാറ്റ പഞ്ച് മൈക്രോ SUV ആണ് ഈ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2024 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി ടാറ്റയുടെ മൈക്രോ SUV മാറിയതായി ജെറ്റോ ഡൈനാമിക്സിനെ ഉദ്ധരിച്ച് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സെല്ലർ കാറായ മാരുതി സുസുക്കി സ്വിഫ്റ്റിനെ അടക്കം പിന്നിലാക്കിയിരിക്കുകയാണ് പഞ്ച്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം 2,03,469 കാറുകളുടെ വിൽപ്പനയുമായി സ്വിഫ്റ്റ് ആയിരുന്നു മുന്നിൽ. എന്നാൽ ഈ വർഷം ആദ്യ 5 സ്ഥാനങ്ങളിൽ പോലും സ്വിഫ്റ്റിന് സ്ഥാനം നേടാനായിട്ടില്ല. 2024 2,678 കാറുകളുടെ വിൽപ്പനയുമായാണ് ടാറ്റ പഞ്ച് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി മാറിയിരിക്കുന്നത്. 2023 7ാം സ്ഥാനത്ത് നിന്നിരുന്ന മോഡലായിരുന്നു പഞ്ച്. രണ്ടാമത് നിൽക്കുന്നത് മാരുതിയുടെ ടോൾ ബോയ് ഹാച്ച്ബാക്ക് ആയ വാഗണാർ ആണ്. ഈ വർഷം 1,87,200 യൂണിറ്റ് ആണ് വാഗണാറിന്റെ വിൽപ്പന. ഹ്യുണ്ടായിയുടെ ജനപ്രിയ മിഡ് സൈസ് SUV ആയ ക്രെറ്റയാണ് 1,83,782 യൂണിറ്റ് വിൽപ്പനയുമായി 3ാം സ്ഥാനത്തുള്ളത്. മാരുതി എർട്ടിഗയും മാരുതി ബ്രസയുമാണ് 4, 5 സ്ഥാനങ്ങളിലുള്ളത്. ഇവ യഥാക്രമം 1,83,762, 1,83,718 യൂണിറ്റ് വിൽപ്പന നേട്ടം കൈവരിച്ചു. സ്വിഫ്റ്റ്, ബലേനോ, മഹീന്ദ്ര സ്കോർപിയോ, മാരുതി ഫ്രോങ്സ്, ടാറ്റ നെക്സോൺ എന്നീ കാറുകളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത്. ഏകദേശം 1,56,770 യൂണിറ്റ് ആണ് ഈ വർഷം നെക്സോണിന്റെ വിൽപ്പന. അതേസമയം 2021 വിപണിയിൽ എത്തിയ ശേഷം വൻ വളർച്ചയാണ് ടാറ്റ പഞ്ച് നേടുന്നത്. വെറൈറ്റി പവർ ട്രെയിൻ ഓപ്ഷനുകളാണ് പഞ്ചിനെ ആകർഷകമാക്കുന്ന ഒരു ഘടകം. പെട്രോൾ, CNG, ഇലക്ട്രിക് പതിപ്പുകളിൽ പഞ്ച് വാങ്ങാൻ സാധിക്കും. ഈ വർഷം ജനുവരിയിലാണ് പഞ്ച് EV വിപണിയിൽ എത്തിയത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 2023 മോഡൽ ഇയർ വാഹനങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടി വാഗ്ദാനം ചെയ്ത കിഴിവ് കാരണം പഞ്ച് SUV നന്നായി വിറ്റുപോവുകയും ചെയ്തു. 6000 RPM പരമാവധി 86 PS പവറും 3300 RPM 113 Nm ടോർക്കും പുറപ്പെടുവിക്കുന്ന 1.2 ലിറ്റർ റിവർട്രോൺ എഞ്ചിനാണ് ടാറ്റ പഞ്ചിന് കരുത്ത് പകരുന്നത്. ഇത് 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലും വാങ്ങാനാകും. പഞ്ചിന്റെ മാനുവൽ പതിപ്പ് ലിറ്ററിന് 18.97 കിലോമീറ്ററും ഓട്ടോമാറ്റിക് പതിപ്പ് ലിറ്ററിന് 18.82 കിലോമീറ്റർ മൈലേജും നൽകുന്നു. കിലോഗ്രാമിന് 26.99 കിലോമീറ്റർ വരെയാണ് പഞ്ച് CNGയുടെ ഇന്ധനക്ഷമത അവകാശപ്പെടുന്നത്. 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഓട്ടോ AC, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, കണക്റ്റഡ് കാർ സാങ്കേതികവിദ്യ, ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകളും ടാറ്റ പഞ്ച് വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒന്നുകൂടിയാണ് പഞ്ച്. വെറും 6.13 ലക്ഷം രൂപ മുതലാണ് ഈ കാറിന്റെ വില തുടങ്ങുന്നത്. ഫുൾ ചാർജിൽ 421 കിലോമീറ്റർ വരെ റേഞ്ച് പറയുന്ന പഞ്ച് EVയുടെ വില തുടങ്ങുന്നത് 9.99 ലക്ഷം മുതലാണ്.